കുളമ്പോൾ പറ്റത്തില്ലായിരിക്കും എന്നൊരു ഇതായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് മേഡം പറഞ്ഞു, നിനക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിലും എൻ്റെ വീട് പണിയാണെന്നറിയാം, എനിക്ക് വീട് പണിയാനായിട്ട് നിനക്ക് എന്നേലും ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളൊന്നും അറിയരുത്, അവരറിഞ്ഞാൽ നിനക്ക് തരാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. 2 മക്കളും അടുത്തടുത്ത കൺസൾട്ടിങ് റൂമാണ്. ഇളയ മോൻ്റെ കൂടെ ആയിരുന്നു അന്നേരം മേഡം ഇരുന്നത്, ആദ്യത്തെ മൂത്ത മോനായിരുന്നു ഇരുന്നത്. അന്ന് ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, മേഡത്തിനോട് ചോദിക്കണമെങ്കിൽ അവരെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ എനിക്ക് മേഡം എന്നോടൊന്നും പറയുകയില്ലായിരിക്കുമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ മൂത്ത മോൻ അന്ന് ബോംബെക്ക് പോകാനായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ആ സമയത്ത് ഈ മോൻ പോകുമായിരുന്നെങ്കിൽ എനിക്ക് മാഡത്തിൻ്റെ അടുത്ത് കയറിയല്ല എൻ്റെ ബുദ്ധിമുട്ട് പറയാമെന്ന് ഓർത്തു. ഉച്ചയായ സമയമായപ്പോഴത്തേനും ഞാൻ അറിഞ്ഞു ഈ മോൻ പോകാനിരുന്ന മോനെ പോകുന്നില്ല, ഈ ഇളയ മോനാ പോകുന്നെന്ന് എനിക്ക് എന്നോട് പറഞ്ഞു. ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ മേഡത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. എന്നോട് പറഞ്ഞിരുന്ന, നീ ഇവിടുന്ന് പോകാതിരിക്കുകയാണെങ്കിൽ നിൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നത്. എനിക്ക് 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് എൻ്റെ വീട് പണിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്നു മേഡം. എനിക്ക് ഒരു പൈസയും തിരിച്ചു കൊടുക്കാതെ തന്നു. അതാണ് എൻ്റെ ഒരു സാക്ഷ്യം. അന്നെനിക്ക് സാക്ഷ്യം പറയാൻ ഞാൻ വന്നതാണ്, പക്ഷേ അന്ന് ഉടമ്പടി എടുത്തില്ലാത്തതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയായിരുന്നു. അപ്പോഴെൻ്റെ മോള് CA പഠിക്കുകയായിരുന്നു. അപ്പോൾ CA IPCC സമയത്ത് അവൾക്ക് ഭയങ്കര ടെൻഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, മാതാവിനോട് പ്രാർത്ഥിക്കുക, നിനക്കെല്ലാം നന്നാവുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, മാതാവ് ഉണ്ടല്ലോ അമ്മ. അവൾ ഭയങ്കര വിശ്വാസമാണ്, നല്ല കുട്ടികളാണ് എൻ്റെ കുഞ്ഞുങ്ങൾ, അവർക്ക് മലയാളമൊക്കെ അറിയാം. അവൾ പറഞ്ഞു, എല്ലാം മാതാവല്ലേ അമ്മ, എനിക്ക് മാതാവിനെയല്ല ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഈ കൃപാസന മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ല, അമ്മ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയില്ല. അതുപോലെ ആ സമയത്ത് IPCC കിട്ടിയപ്പോൾ ചെറിയ മാർക്കിന് അവൾ ഫെയിലായിപ്പോയി. അപ്പോൾ അവൾക്ക് ഒരു വേദനയായി. അവളും പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് അവൾ പാസ്സായിരുന്നു. അത് കഴിഞ്ഞ് 2022 ഒക്ടോബർ 29-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് അവൾ പിന്നെ ACCIക്ക് ചേർന്നായിരുന്നു. CAയുടെ ഇത് കഴിഞ്ഞപ്പോൾ ACCIക്ക് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്ക് സെൻറ്റർ എങ്ങും കിട്ടുന്നില്ല, എക്സാമിൻ്റെ ഫുള്ളായെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഫോൺ വന്നു, അമ്മേ ഗാന്ധി നഗറിൽ ഒരു സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് കിട്ടി, ഞങ്ങൾ ബുക്ക് ചെയ്യുക, ഇപ്പം തന്നെ ബുക്ക് ചെയ്യുകയെന്ന്. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇതായിരുന്നു എൻ്റെ മനസ്സിൽ, ഞാനിവിടെയാണ്, കുഞ്ഞുങ്ങളും ഭർത്താവും ഗുജറാത്തിലായിരുന്നു. ഈശ്വര എങ്ങും കിട്ടിയില്ലല്ലോ, ഈ പ്രാവശ്യം അവൾക്ക് സെൻറ്റർ കിട്ടിയില്ല. ഇവിടെ താഴെ ഇറങ്ങിയപ്പോഴേ ഫോൺ വന്നു, എനിക്ക് സെൻറ്റർ കിട്ടിയെന്നും പറഞ്ഞ്. ആ ഓരോ എക്സാമും പാസ്സായി ഓരോ എക്സാം കൊടുത്താൽ മതിയായിരുന്നു, അതെല്ലാം പാസ്സായി. പിന്നെ എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ച. ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്നൊന്നും ഒരിക്കലും പറയുകയില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളുടെ അവിടെ ഓരോ വാർഡ് വൈസ് ഓരോ ആഴ്ച ഞായറാഴ്ചയും ബൈബിൾ വായിക്കണം. എൻ്റെ വാർഡിൻ്റെ സമയമാകുമ്പോൾ എന്നോട് വായിക്കാൻ പറയുമ്പോൾ ഞാനൊന്ന് രാവിലത്തെ കുർബാനയ്ക്ക് വേറെ കുർബാനയ്ക്കൊക്കെ പോകും. എനിക്ക് വായിക്കാൻ പേടി അവിടെ പോയി നിന്നുകൊണ്ട്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ ആരാ ആദ്യമേ കയറി ചെല്ലുന്നത്, അവരുടെ ഈ ബൈബിള് തരും വായിക്കാനായിട്ട്. ഞാനപ്പം വരുമ്പോൾ പള്ളിയിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ വെളിയിൽ നിൽക്കും. ആരെങ്കിലും കയറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കയറും ഇരിക്കാനായിട്ട്. എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഞാൻ എന്തിനാ പേടിക്കുന്നത്, എൻ്റെ ഈശോയുടെ വചനങ്ങൾ പറയാൻ ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്നോർത്ത് ഞാൻ ഒരിതുമില്ലാതെ ഞാൻ ഇപ്പം ബൈബിളും വായിക്കും. എനിക്ക് ഏത് വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും എല്ലാ ആൾക്കാരും ഒത്തിരി ഒന്നിച്ചു കൂടുന്ന അന്നെല്ലാം എനിക്കായിരിക്കും തിരഞ്ഞെടുത്ത് ബൈബിൾ വായിക്കാനും എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. എനിക്കിപ്പോൾ ഒരു പേടിയുമില്ല. എൻ്റെ ഇളയ മോനും എന്നെ പോലെ പേടിയായിരുന്നു. അവനും ഞാൻ ഓർത്ത്, എൻ്റെ ഈശ്വര എന്നെപ്പോണൊക്കെ ആയിപ്പോയല്ലോ, അവനും പേടിയായല്ലോ, ഒരാണല്ലേ എന്ന്. പക്ഷേ അവൻ്റെ ആതിർവാന കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ആൾക്കാരെ കയറ്റും. അവനിപ്പോൾ ഒരു കപ്പ്യാരാണ് അവിടുത്തെ. എന്നു ചോദിച്ചാൽ ഒരു കപ്പ്യാരുണ്ടെങ്കിലും പുള്ളിയില്ലെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും പോയി മലയാളം കാറോസൂസ എല്ലാം മുഴുവൻ മലയാളം പറഞ്ഞ് അവനെ വായിക്കാൻ പഠിച്ചു. എല്ലാ പള്ളിയിലെ കാര്യങ്ങളും അവൻ നോക്കാൻ പഠിച്ചു. അവൻ വിശുദ്ധിയിലേക്ക് വന്നു. എനിക്കത് ഒത്തിരി അത്ഭുതമാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അവന് മാത്സ് എന്ന് പറയുന്നത് പേടിയാണ്. ബാക്കി എല്ലാത്തിനും 50-ൽ 45 മാർക്കും കിട്ടിയാലും മാത്സിന് പേപ്പർ കിട്ടുമ്പോൾ അവന് പേടിയാണെന്നാണ് പറയുന്നത്. അവന് 16-17 മാർക്ക് ടീച്ചർ അരമാർക്ക് ഇട്ട് കൊടുത്ത് അവനെ ജയിപ്പിച്ചത്. ഈ വർഷം 10ാം സ്റ്റാൻഡേർഡിലായപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ഈ മാതാവേ എന്നാ ചെയ്യും, ഇവൻ 10ലാണല്ലോ, ഇനി എന്നാ ചെയ്യുമെന്ന്. പക്ഷേ
തുടക്കം മുതൽ അവൻ ഏറ്റവും ഇഷ്ടം അന്ന് മുതൽ അവൻ മാത്സ് എഴുതി പഠിക്കാൻ തുടങ്ങി. അവൻ എപ്പോഴും എഴുതി പഠിച്ച് തുടക്കം മുതൽ പഠിച്ചിപ്പോൾ റിസൾട്ട് വന്നില്ല. പക്ഷേങ്കിൽ ഇതുവരെയുള്ള പരീക്ഷകളിലെല്ലാം നല്ല മാർക്ക് മാത്സിന് കിട്ടാൻ ഞങ്ങൾക്കും അത്ഭുതമാണ്, ടീച്ചർമാർക്കും അത്ഭുതമാണ്. അതാണ് ഇത് വേറൊരു ഇത്. പിന്നെ ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ കൊണ്ടറാലി കൂടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തു. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വന്നെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെന്നും പ്രാർത്ഥിച്ച് ഞങ്ങളൊരു മാതൃസംഘത്തിൻ്റെ ഗ്രൂപ്പ് ഞങ്ങൾ 8 പേര് ഈ കൊന്തറാലി കൂടാനായിട്ട് ഞങ്ങൾ വന്നു ഗുജറാത്തിൽ നിന്ന്. ആ കൂടെ എൻ്റെ മോളും വന്നു. അവൾ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അവൾക്കും കിട്ടിയ ഈ ഒരു അനുഗ്രഹം, ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഇത്ര അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യം പറയാതെ എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമം എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ മോളുടെ ACCA തീരാറായിരുന്നു, ഒരു പേപ്പർ ബാക്കിയുള്ളായിരുന്നു. ഇപ്പോൾ അവളുടെ റിസൾട്ട് വന്നപ്പോൾ 1 മാർക്കിന് അവൾ തോറ്റുപോയി, ഒറ്റ മാർക്കിന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടാകുന്നതോടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, നിനക്ക് എന്തെല്ലാം അനുഗ്രഹം, എനിക്ക് എപ്പം ഞാൻ പ്രാർത്ഥിച്ചാലും അതുപോലെ സാധിക്കും. നിനക്ക് ഇത്ര അനുഗ്രഹം തന്നിട്ടും നീ ഉടമ്പടി പറഞ്ഞില്ലല്ലോ, എന്നെ മഹത്വപ്പെടുത്തുന്നില്ലല്ലോ എന്നെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. ഈ 1 മാർക്കിന് ഞാൻ ഓർത്തു ഈ ഒരു മാതാവ് ഓർമ്മയും. പക്ഷേ എൻ്റെ മോൾക്ക് അതിലൊരു ദുഃഖവുമില്ല. എൻ്റെ മോൾ അന്ന് പറഞ്ഞത്, അമ്മ ഉടമ്പടിയിലായിട്ട് എന്തുകൊണ്ട് ഈ ദുഃഖിക്കുന്നു, അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു നെഗറ്റീവ്. ഞാൻ അതുകൊണ്ട് ഈശോയുടെ മാതാവിനെ വിട്ട് പോകുമോ, 1 മാർക്കിന് തോറ്റെന്നും പറഞ്ഞ് എനിക്കാരും ഇല്ലെന്നോ എനിക്ക് ടെൻഷൻ ഉണ്ടെന്നോ ഇല്ല. അത് ആ 1 മാർക്ക് കൊണ്ട് വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും ജയിച്ചിട്ട് എന്നെക്കാട്ടിലും. അതുകൊണ്ടായിരിക്കും എന്നെ 1 മാർക്കിന് തോൽപ്പിച്ചു. അവൾ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കുഞ്ഞാ. ഞാൻ പറയുമ്പോൾ മറക്കും, അമ്മ പിന്നെ ഈ വിശ്വാസം പിന്നെ എന്തിനാണ് ഈശോയെക്കുറിച്ച് അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മളോട് പറയും. അപ്പോൾ അന്നേരം ഞാൻ മനസ്സിൽ അന്നേരം പ്രാർത്ഥിച്ചു. അവൾ എന്നോട് പ്രാർത്ഥിച്ചാലും മാതാവേ അവൾക്ക് സങ്കടം കാണും, അവൾ 1 മാർക്കിന് ഫെയിലായി, SCCയും കൂടെ തീർന്നു കഴിഞ്ഞാൽ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അവൾക്കൊരു നല്ല ജോലി കിട്ടുമോ. അപ്പം ഫുൾ പേപ്പർ കിട്ടിയാലേ നല്ല സാലറിയിലൊക്കെ ജോലി കിട്ടത്തുള്ളൂ. എല്ലാ ആപ്ലിക്കേഷൻ കൊടുക്കുന്നിടത്തെല്ലാം അങ്ങനെ 2 വർഷത്തെ എക്സ്പീരിയൻസ്, ഇതൊരു സബ്ജക്റ്റ് കിട്ടാൻ ബാക്കിയാണ്, 1 പേപ്പർ കിട്ടാനും ബാക്കിയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നിന്നെക്കൊണ്ട് സാധ്യമല്ലാത്ത എന്താണ്. ഈശോയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞാനല്ലാതെ എന്തോ ചെയ്യുന്നത്, എല്ലാവരും അല്ലേ ഞങ്ങളെ കുറ്റപ്പെടുന്നു, നാട്ടിലുള്ളവരും ഒക്കെ. അന്ന് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ അവൾക്ക് ഒരു ഇൻ്റർവ്യൂ അവളൊരു ഓരോരുത്തരത്തൊക്കെ വിട്ടായിരുന്നു ആപ്ലിക്കേഷൻ. അവിടെ നിന്ന് ഒരു കോള് വരികയും വെളിയിൽ നിന്നുള്ള കമ്പനിയുടെയാണ് ഇവർ SCCക്കാർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു ഓഫീസ് ഞങ്ങളുടെ അടുത്ത് വലിയൊരു ഓഫീസ് ഉണ്ടെന്ന് എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 7 മിനിറ്റ് ദൂരേ ഉള്ളൂ വണ്ടിക്ക് പോകാനായിട്ട്, ആക്റ്റീവയ്ക്ക് പോകാനായിട്ട്. അത്രയും അടുത്തൊരു ഓഫീസ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അവിടുന്ന് കോള് വരികയും ഇൻ്റർവ്യൂവിൻ്റെ ദിവസങ്ങളിൽ ലാപ്ടോപ്പൊക്കെ കേടായി ഇച്ചിരി സ്ലോ ആയി കുറേ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി. അന്ന് കരഞ്ഞവൾ, അമ്മ ഒരു ലാപ്ടോപ്പ് എൻ്റെ കേടായി പോയി ഇനി നല്ല ലാപ്ടോപ്പ് ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടുകയില്ലായിരിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവില്ലേ കൂടെ, നീ മാതാവിനെ വിളിച്ചിട്ടല്ലേ പരീക്ഷ, അവർ വീണ്ടും വേണേ വിളിക്കുക. അവൾ പറഞ്ഞു, അറിയത്തില്ല, ഇത്ര വലിയ കമ്പനി ആയതുകൊണ്ട് വിളിക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ തന്നെ അല്ലല്ലോ വേറെ ആൾക്കാർ. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞ്, ഞാൻ എന്നും പോയിരുന്ന് കരയുക. എൻ്റെ വസ്തുക്കളെല്ലാം ഞാൻ കൊണ്ട് പാത്ത് വെച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് വേറെ ആരോടും പറയാനില്ല. ഹസ്ബൻഡ് കുറച്ച് ദൂരത്തിലാണ് ട്രെയിൻ കയറിയാൽ ജോലിക്ക് വന്നത്, അവരോടൊക്കെ എന്തോ സങ്കടം പറയാനാണ്. അന്ന് അവിടുന്ന് ഫോൺ വന്നു, വീണ്ടും നിനക്കൊരു ഇൻ്റർവ്യൂ ഇവിടെ ഓഫീസിൽ വന്ന ഒരു എക്സാമും ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അവിടെ പോയി ആ എക്സാമും ഇൻ്റർവ്യൂ എഴുതി നല്ല സാലറിയിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടി അവൾക്ക് അവിടെ ജോലി കിട്ടി. ഈ 1-ാം തീയതി 2 ദിവസം മുന്നേ ജോലി കിട്ടി. അവർ പറഞ്ഞത് 6-ാം തീയതിയോ 13-ാം തീയതിയോ ആയിരിക്കും ജോയിൻ ഡേറ്റ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് 2 പേർ കൂടെ പോകാം, സാക്ഷ്യം പറഞ്ഞിട്ട് എന്നാണേലും സാക്ഷി ആദ്യമേ പറയാം എന്ന്. അപ്പോൾ അവരുടെ സാറ് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത സാറ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടുന്ന് ഈ 1-ാം തീയതി തന്നെ നീ ജോയിൻ ചെയ്യണം ഇവിടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, എല്ലാ അമ്മയ്ക്കും അറിയാം, ഈശോയ്ക്കും അറിയാം, ഞാൻ പോവുകയാണ്, ഞാൻ എന്നാണേലും സാക്ഷ്യം പറഞ്ഞിട്ട് വരും. അത് നീ മോനെ അത് കഴിഞ്ഞ് ഇനി അവൾക്ക് അവധി കിട്ടുമ്പോൾ ഇനി ഞങ്ങൾ കൊന്തറാലിക്ക് ഒന്ന് വരുന്നുണ്ട്, അപ്പോഴോ അല്ലായിൽ സമയം കിട്ടുമ്പോഴോ മോൻ പിന്നെ വന്ന് മോൻ്റെ സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞ്, അതിനുവേണ്ടി ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്നതാണ്. പിള്ളേർ അവരെല്ലാവരും ഇതാണ് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിനോടെല്ലാം ഞാൻ ഒത്തിരി നന്നായിട്ട് മാസിമാർ ചെയ്യേണ്ട പണി പോലും ഞാൻ ചെയ്തു കൊടുക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ ആരോടും, ഞാനൊരു വലിയ സീനിയറാണ്, OT ഇൻചാർജാണ്, ഞാൻ അങ്ങനെയുള്ള രീതിയിലല്ല. എൻ്റെ വീട്ടിലുള്ളവരെ പോലെ
പോലെ കരുതി ഞാൻ അവരെ എല്ലാം ശ്രദ്ധിക്കും. പാവപ്പെട്ടവരോട് എനിക്ക് ഭയങ്കര സഹതാപമുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു മദർ തെരേസായുടെ ലെപ്രസി ഹോമുണ്ട്. ഞങ്ങളെല്ലാ വിശേഷത്തിനും പള്ളിയിൽ നിന്നാണ് എല്ലാം. ഞങ്ങൾ പള്ളി വിളിച്ചു പറയും, നമ്മൾ ഇന്ന് അവിടെ പോകുന്നുണ്ട്, എല്ലാവരും കൂടെ ആഹാരം ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കുമെന്ന്. അവരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടും, അത് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുക്കും. പള്ളിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി അവിടെ 250 ലെപ്രസി പേഷ്യൻ്റ് ഉണ്ട്. അവരുടെ കൂടെ ഇരുന്ന് തന്നെ പള്ളിയിൽ നിന്ന് പോകുന്ന ഞങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ ഒത്തിരി പിരിവിന് വേണ്ടി പറയും. അപ്പോൾ അപ്പോഴൊക്കെ വിളിച്ച് പറയുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ മുന്നിൽ കാണുന്ന എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാനും ചെയ്യും. എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും ഞാനും മോളും എല്ലാം കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസവും കൂടി ഇരുന്ന് എല്ലാ ഉടമ്പടി ധ്യാനം ഒന്നും ഇന്ന് വരെ ഉടമ്പടി തിരിച്ച് ബൈബിൾ വായിക്കാതെ എത്ര ക്ഷീണിച്ച് 1 മണി 2 മണി വന്നാലും, ഞങ്ങൾക്ക് എമർജൻസി വന്നാലും എപ്പം വിളിച്ചാലും എനിക്ക് പോകണം. എന്നെ വന്നാലും ഞാൻ ഒരിക്കലും ബൈബിൾ വായനയോ അങ്ങനെയുള്ള ഒരിതും ഞാൻ തന്നെ മാറി. ഒത്തിരി ദേഷ്യമായിരുന്നു എനിക്ക്, ഞാൻ തന്നെ മാറി. ഒത്തിരി മോളും ഇച്ചിരി ദേഷ്യപ്പെടുമായിരുന്നു, അവൾ മാറി. ഇതൊക്കെയാണ്. പിന്നെ പത്രപ്രവർത്തനം നടത്താൻ പത്രം ഇടുന്ന് കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒത്തിരിയും പേർക്ക് ഞാൻ